ഓം ശാന്തി. നമ്മുടെ ബന്ധങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര കൂടുതൽ നമ്മുടെ ബന്ധങ്ങളുണ്ടോ അത്രയും അവൻ്റെ ശക്തി കൂടുക തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ആ ബന്ധങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങളാണെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ സുഖദുഃഖങ്ങളെ കണ്ടറിയുന്നവരാണെങ്കിൽ, അവരുടെ ഹൃദയത്തിൽ നമുക്കൊരിടമുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ നമുക്ക് സുഖദായിയാണ്. അതേസമയം ഏത് ബന്ധുമിത്രാദികളാണോ അഥവാ ബന്ധങ്ങളാണോ നമ്മുടെ കുറ്റവും കുറവും കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത്, ഏത് ചെറിയ വീക്ക്നെസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയാലും അതിനെ സൂക്ഷിച്ചു വെച്ച് സമയത്ത് ആയുധമാക്കിക്കൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കുന്നത്, നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്ന് കാണുന്ന സമയത്ത് എങ്ങനെയാണ് കാല് വലിക്കേണ്ടതെന്ന് ചിന്തിക്കുന്നത്, അത്തരം ബന്ധുക്കൾ നമ്മുടെ ശത്രുക്കൾ അഥവാ നമ്മുടെ ശാപങ്ങളാണ്. എന്നാൽ ഈ ശാപങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, ഈ ശത്രുക്കളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റുമായിരുന്നു, അവരകന്ന ബന്ധുവായിരുന്നെങ്കിൽ. എന്നാൽ അടുത്ത ബന്ധുവാണെങ്കിലോ, എൻ്റെ ഇൻലോസ് ആണെങ്കിലോ, എൻ്റെ തന്നെ മാതാപിതാക്കളാണെങ്കിലോ, എൻ്റെ ഹസ്ബൻഡോ മക്കളോ ആണെങ്കിലോ ഞാൻ എന്തു ചെയ്യും? അവരൊഴിവാക്കിയിട്ട് എവിടേക്ക് പോവാൻ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ സ്നേഹമുള്ളൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചാലും ഒരു കുഴപ്പമില്ല. വന്നു കയറുമ്പോൾ ആ സ്നേഹത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരാൻ കഴിയുമെങ്കിൽ ആ ക്ഷീണത്തിനൊക്കെ അപ്രത്യക്ഷമാവാൻ ഏതാനും മിനിറ്റുകൾ മാത്രം മതി. എത്ര തന്നെ കഷ്ടപ്പെട്ട് വിഷമിച്ച് പ്രയാസങ്ങൾ അനുഭവിച്ച് എല്ലാ കാര്യങ്ങളും നേടിയെടുത്തിരിക്കുകയാണെങ്കിലും ആ നേട്ടങ്ങളെ കൊണ്ട് കൊടുക്കേണ്ട ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ അവരുടെ സന്തോഷം കൊണ്ട് അവരുടെ കണ്ണ് നിറയുമെങ്കിൽ, അഥവാ അവരുടെ കണ്ണ് തിളങ്ങുമെങ്കിൽ, നമ്മുടെ ഹൃദയത്തോട് ചേർക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് സുഖമായിട്ട് പരിവർത്തനപ്പെടും, ദുഃഖങ്ങൾ സുഖത്തിലേക്ക് മാറ്റപ്പെടും. ഇതിനൊക്കെ നമുക്ക് ആവശ്യമുള്ള ബന്ധുക്കളായിട്ട് അഥവാ ബന്ധുമിത്രാദികളായിട്ട് നമ്മുടെ ഫാമിലിയായിട്ട് ഒരു നല്ല റിലേഷനായിരിക്കണം നമുക്ക്. എന്നാൽ ഇന്നത്തെ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ കാണുന്നതോ, പലപ്പോഴും ജീവിതം ആരംഭിക്കുമ്പോൾ ഒരുപാട് സ്വപ്നം കൊണ്ടാണ് പലരും ജീവിതത്തിലേക്ക് കാൽവെക്കുന്നത്. എന്നാൽ മുന്നോട്ടുള്ള യാത്ര ആരംഭിച്ച് അധികം വൈകാതെ പരസ്പരം സ്വപ്നങ്ങൾ പൊലിയുന്നൊരവസ്ഥ, ഒരുപാട് ഇമാജിനേഷൻ്റെ ലോകത്തുകൂടെ കാൽവെച്ച് ജീവിക്കാൻ തുടങ്ങും. ആ ഇമാജിനേഷൻ സത്യത്തിലേക്ക് മാറാതാകുമ്പോൾ നമ്മൾ കണ്ടതായിരിക്കുന്ന ഇമാജിനേഷനിലുള്ള ഒരു പാർട്ട്ണറല്ല എൻ്റെ ലൈഫിലേക്ക് വന്നത് എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ അതോടുകൂടി റെസ്പെക്റ്റ് അഥവാ ആദരവ് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മരിച്ചു പോകും. റെസ്പെക്റ്റ് മരിച്ചു കഴിഞ്ഞാൽ അറിയാതെ പെരുമാറ്റങ്ങളിൽ റിജക്ഷൻ വരാൻ തുടങ്ങും, അവഗണന വരാൻ തുടങ്ങും, നെവർ മൈൻഡ് ആക്കാൻ തുടങ്ങും. ഇതിൻ്റെയൊക്കെ പരിണത ഫലം എന്താണ്? നിങ്ങളുടെ ബന്ധങ്ങളിൽ സുഖം അവിടെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? പലപ്പോഴും മക്കളായി കഴിഞ്ഞിട്ടുണ്ടാവും, വിവാഹ ജീവിതം ആരംഭിച്ച് കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാവും. അതിൻ്റെ കാരണം കൊണ്ട് പലപ്പോഴും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി, ഇനി ഡൈവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ലോകം എന്ത് പറയും എന്ന വിചാരം കൊണ്ട്, ഇത് വിട്ട് ഞാൻ പോയിട്ട് എവിടേക്ക് എങ്ങനെ എന്ത് തുടങ്ങാനാണ് എന്നുള്ള വിചാരം കൊണ്ട് ഇതെൻ്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് സ്വീകരിക്കും. ആ വിധി എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരിക്കലും ഹാപ്പി ആയിട്ടല്ല, മാക്സിമം അൺഹാപ്പിനെസ്സിലൂടെയാണ്. അതുകൊണ്ട് ഒത്തൊരുമിക്കുന്ന ഓരോ നിമിഷങ്ങളിലും വെറുപ്പ്, വൈരാഗ്യം, കുറ്റം കാണൽ, അവരുടെ കുറവ് കണ്ടെത്തൽ, പരസ്പരം സംഘർഷങ്ങൾ, ഇങ്ങനെ ആ സംബന്ധത്തിൻ്റെ സുഖം എവിടെയാ പൊഴിഞ്ഞു പോയെന്നറിയില്ല. ജീവിതം മടുത്തു പോകും. അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് തീർക്കല്ലാതെ എന്ത് ചെയ്യാൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് ഇതും ഒരു എയിമാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ എവിടെയൊക്കെയാണോ വിള്ളലുകൾ ഉണ്ടായിട്ടുള്ളത് അതിനൊക്കെ നമുക്കില്ലാതാക്കിയേ പറ്റൂ. പരസ്പരം കൂടിച്ചേരേണ്ടടത്തൊക്കെ തന്നെ എവിടെ അകന്നുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ നമുക്ക് കൂടിച്ചേരാനായിട്ട് സാധിച്ചേ തീരൂ. എന്തുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഒരാൾ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, ഒരാൾ എന്നോട് മോശമായിട്ട് പെരുമാറുമ്പോൾ, ഒരാൾ എനിക്ക് കിട്ടേണ്ടത് തരാതിരിക്കുമ്പോൾ, എനിക്ക് അർഹതപ്പെട്ടത് തരാതിരിക്കുമ്പോൾ നമ്മൾ പറയും അവരാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണക്കാർ, ഇവരാണ് എൻ്റെ സങ്കടത്തിൻ്റെ കാരണക്കാർ, ഇവരാണ് എനിക്ക് തരേണ്ടത് തരാത്തതെന്ന്. തിരിച്ച് നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ഞാൻ അവരുടെ കൂടെ വന്നു? എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ഒരാളുടെ അടുത്ത് ഞാൻ പോയില്ല? എന്തേ ഇവരുടെ അടുത്ത് വന്നു? വൈഫാവാം, ഹസ്ബൻഡ് ആവാം, ഇൻലോസ് ആവാം, ഓൺ റിലേഷൻസ് ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. എല്ലാ തലത്തിലും ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നല്ലൊരു അമ്മയെ കിട്ടിയിട്ട് വേണ്ടേ എനിക്ക് അങ്ങനെ ഒരു
സംസ്കാരം അനുഗ്രഹമായി കിട്ടാമെന്ന് പറയുന്നവരെ, നല്ല മാതാപിതാക്കളെ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്, അത് കലിയുഗത്തിൽ കിട്ടിയിട്ട് വേണ്ടേ എന്ന് പറയുന്നവർ, എൻ്റെ മാതാപിതാക്കളാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിചാരിക്കുന്ന ആളുകളും കാണാറുണ്ട്. രണ്ടും കാണാറില്ലേ? എന്തുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അനുഗ്രഹമാണ് എന്ന് പറയത്തക്ക രീതിയിൽ ആ വാത്സല്യവും ആ സ്നേഹവും ആ ശക്തിയും പകർന്നു കിട്ടുന്ന ഒരു ബന്ധത്തിലേക്ക് എന്തുകൊണ്ട് നമ്മൾ അട്രാക്റ്റായി പോയില്ല? എന്തുകൊണ്ട് ഈ മാതാപിതാക്കളുടെ കുട്ടിയായിട്ട് വന്നു? എല്ലാത്തിനും ഒരൊറ്റ ഉത്തരം നമുക്കുണ്ട്: കർമ്മത്തിൻ്റെ കണക്ക്. അത് പറയുമ്പോൾ പറയും സ്പിരിച്വാലിറ്റിയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷയാണ് കാർമിക് അക്കൗണ്ട് എന്ന്. ഇത് വെറും സ്പിരിച്വാലിറ്റി അല്ല, ദിസ് ഇസ് ദ സയൻസ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് ന്യൂട്ടൻ്റെ പ്രിൻസിപ്പിൾ. ഏത് കർമ്മത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട്. അത് സ്ഥൂലമായിരിക്കുന്ന ഫോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സൂക്ഷ്മമായിരിക്കുന്ന ഫോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നിയമം തന്നെയാണ്. കാരണന്മാരെ ഭാഷയിൽ പറയും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന്. കർമ്മസിദ്ധാന്തത്തിൻ്റെ ഭാഷയിൽ പറയും വിതച്ചത് മനുഷ്യന് കൊയ്യേണ്ടി വരുമെന്ന്. അടുത്തിടെയായിട്ട് ഞാനൊരു കാര്യം കൂടെ പഠിച്ചു. അതെന്ന് വിതച്ചത് മനുഷ്യന് കൊയ്യേണ്ടി വരുന്നത് വിതച്ച വിത്തല്ല കൊയ്യേണ്ടത്, വിതച്ചതിൽ നിന്ന് പല മടങ്ങാണ്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു വിത്ത് വിതച്ചു കഴിഞ്ഞാൽ 1000 നെന്മണികളെ കൊയ്തെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു മാവിൻ്റെ വിത്ത് നട്ട് കഴിഞ്ഞാൽ 1000കണക്കിന് മാങ്ങകളെ താഴേക്ക് വീഴുന്നത് പ്രതീക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതായത് ഒരു വിത്തിൽ നിന്ന് ഒരു വിത്തല്ല നമ്മൾ കൊയ്തെടുക്കേണ്ടത്, ഒന്നിൽ നിന്ന് പല മടങ്ങ് വിളവെടുത്തേ തീരൂ. കർമ്മം അതിസൂക്ഷ്മമായ അതിഗഹനമായിരിക്കുന്ന ഊർജത്തെ ഉൾക്കൊള്ളുന്നതാണ്. കാർമിക് അക്കൗണ്ടിൻ്റെ ബാങ്കിൽ ഏത് രീതിയിലുള്ള സാഹചര്യത്തിൽ ഏത് ടൈപ്പ് ഓഫ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ, ആ രീതിയിൽ ആ ടൈപ്പ് ഓഫ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. കർമ്മം എന്നത് വിത്താണ്. കണ്ടിട്ടില്ലേ ചില വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കും, പെട്ടെന്ന് പൂക്കും, പെട്ടെന്ന് കായ്ക്കും, ചെടിയുടെ കാലാവധിയും പെട്ടെന്ന് കഴിഞ്ഞു പോകും. പക്ഷെ ചില വിത്തുകൾ മുളയ്ക്കാൻ മാസങ്ങൾ, വളരാൻ വർഷങ്ങൾ, ഫലം തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തലമുറകളോളം ഫലം തരുന്നത്. അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഗഹനഗതിയെ മനസ്സിലാക്കിയേ തീരൂ. ഏത് കർമ്മത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട്. അത് സൂക്ഷ്മത്തിലാണെങ്കിലും സ്ഥൂലത്തിലാണെങ്കിലും. ഒരാളോട് ഒരു അടിയടിച്ചാൽ ആ അടി തിരിച്ചു കിട്ടിയാൽ തീരുമായിരിക്കും. പക്ഷെ മനസ്സിൽ നിന്ന് അവരോടുള്ളതായിരിക്കുന്ന വെറുപ്പും വൈരാഗ്യത്തിൻ്റെയും സങ്കല്പങ്ങൾ കൊണ്ട് അടിച്ചിരിക്കുകയാണെങ്കിൽ ആ അടി പല തവണ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വന്നേക്കും. അതുകൊണ്ട് ഞാൻ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞ ശേഷം ശരിക്കും നോക്കിയാൽ സെൽഫ് റിയലൈസേഷൻ എന്ന ചാപ്റ്ററിൽ വ്യക്തമായിട്ട് കണ്ട കാര്യമായിരുന്നു, ഒരു ദേഹം മാത്രമല്ല നമ്മൾ, ഇതിൻ്റെ ഉള്ളിൽ ചൈതന്യ ശക്തിയുണ്ട്. പലപ്പോഴും ഈ ലോകത്തേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്കിതിൻ്റെ രഹസ്യം ഈസി ആയിട്ട് മനസ്സിലാക്കാം. പല ആളുകളും തൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ശക്തി കൊണ്ട് അഥവാ മറ്റ് പല രീതിയിലുള്ളതായിരിക്കുന്ന ഫോഴ്സസ് യൂസ് ചെയ്തിട്ട് അവരുടെ പാപത്തിനെ അങ്ങ് തേച്ചു മാച്ചു കളഞ്ഞ് അതിനെ മനോഹരമായിട്ടുള്ള ചില കർമ്മങ്ങൾ കൊണ്ട് പൊതിഞ്ഞു വെച്ച് ആ പാപം മൂടി ശ്രേഷ്ഠരായിട്ട് ഈ ലോകത്തിൻ്റെ മുന്നിൽ ജീവിക്കുന്ന മനുഷ്യന്മാരെ കാണാറില്ലേ നമ്മൾ? ജീവിതത്തിൻ്റെ അവസാനം വരെ അവർ സുഖിച്ചു ജീവിക്കുക എന്ന് കരുതി അവരുടെ കർമ്മത്തിൻ്റെ കണക്ക് അവരുടെ അടുത്തേക്ക് തിരിച്ചു വരില്ലെന്നാണോ അർത്ഥം? തീർച്ചയായിട്ടും തിരിച്ചു വന്നിരിക്കും. ആ കണക്ക് വരുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള അളവിൽ വരുമ്പോൾ സ്വീകരിക്കാനുള്ള ശക്തി എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ആലോചിച്ചിട്ട് വേണം നമുക്കൊരു പാപകർമ്മം ചെയ്യാൻ മാത്രം. കാരണം മൂടി വെച്ചതായിരിക്കുന്ന കർമ്മക്കണക്ക് അടുത്ത ജന്മത്തിൽ നമ്മളോട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ എന്തിനു വേണ്ടി ഞാനിത് അനുഭവിക്കുന്നു എന്ന് ഒളിപ്പിച്ചു വെച്ച് ചെയ്തതാണ്. അപ്പോൾ പ്രതിഫലം നമുക്ക് എങ്ങനെ കിട്ടണം, എന്തിനു വേണ്ടി ഇത് അനുഭവിക്കുന്നു എന്ന് പോലും അറിയാതെ കർമ്മക്കണക്ക് നമ്മൾ തീർത്തോളണം. ആ രീതിയിൽ നമ്മുടെ അടുത്തേക്ക് യുദ്ധമായിട്ട് വരും. അതുകൊണ്ടാണ് കർമ്മം എന്ന ഊർജം. ഞാൻ പച്ചക്കറി വാങ്ങാൻ പോകുന്ന ഷോപ്പിൽ കോളിഫ്ലവറിന് 30 രൂപ, വെണ്ടയ്ക്കും 30 രൂപ, ക്യാബേജിന് 20 രൂപ, ഓൾ ടുഗദർ എന്താ പറയുക നമ്മൾ, പച്ചക്കറിക്ക് എത്ര പൈസയായി? 250 രൂപയ്ക്ക് ഞാൻ പച്ചക്കറി വാങ്ങിക്കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ വെണ്ടയ്ക്ക് ചിലവാക്കിയ പൈസ ഇത്ര, ക്യാബേജിന് ചിലവാക്കിയ പൈസ ഇത്ര എന്നല്ല, പച്ചക്കറിക്ക് ഇത്ര പൈസയ്ക്ക് പച്ചക്കറി വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഇതുപോലെ നമ്മുടെ കർമ്മം ചെയ്യുന്ന സമയത്ത് ഏത് സാഹചര്യത്തിൽ എങ്ങനെയുള്ളതായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്തോ അതിൻ്റെ ആധാരത്തിൽ ആ സമയത്ത് നിങ്ങളൊരു പക്ഷേ ചിലർ നിർബന്ധിതരായിക്കൊണ്ട് ഇപ്പം എന്നെ കൊല്ലാൻ വരികയാണ് ഒരാൾ,
എന്നെ മാനഭംഗപ്പെടുത്താൻ വരികയാണ്. ആ സമയത്ത് ഞാൻ എന്നെ രക്ഷിക്കാനുള്ള പരാക്രമത്തിനുള്ള ഒരാൾ എൻ്റെ കൈകൊണ്ട് മരിക്കപ്പെട്ടുവെങ്കിൽ, കൊല്ലപ്പെട്ടുവെങ്കിൽ, കോടതി വിധി പോലും അവർക്ക് ശിക്ഷ വിധിക്കുമ്പോൾ ആ ഒരു കൺസിഡറേഷനിലേ കൊടുക്കാറുള്ളൂ. എന്നുവെച്ചാൽ അർത്ഥം കർമ്മത്തിൻ്റെ കണക്കിന് പൂർണ്ണമായിട്ടുള്ള ആസ്പെക്റ്റിൽ, ആധാരത്തിലെടുത്തുകൊണ്ട് ശിക്ഷ വിധിക്കാറുള്ളൂ. ഈശ്വരൻ്റെ കോടതി അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തുവെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുമ്പോൾ അതുപോലുള്ളതായിരിക്കുന്ന വേദന അനുഭവിക്കേണ്ടി വരും. അറിയാതെ ചെയ്ത അപരാധമാണെങ്കിൽ അതിനുള്ള ഫലം അനുഭവിക്കുമ്പോൾ അതുപോലെ അനുഭവിക്കേണ്ടി വരുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ അറിയാതെ വെട്ടിയപ്പോൾ മൂക്ക് മുറിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് മൂക്കിൽ നിന്ന് വരുന്ന ചോര വരാതിരിക്കില്ല, മുറിവാവാതിരിക്കില്ല. അതുപോലെ ജീവിതത്തിൽ അറിയാതെ ഞാൻ ചെയ്തു പോയതാണ് ഈ അപരാധം എന്ന് പറഞ്ഞതുകൊണ്ട് അപരാധമാവാതിരിക്കില്ല, ഫലം അനുഭവിക്കേണ്ടി വരാതിരിക്കില്ല. കർമ്മഫലം അനുഭവിക്കേണ്ടതായി തന്നെ വരും. അതുകൊണ്ടാണ് യാചകനും പുത്രൻ ജനിക്കുന്നു, രാജാവിനും പുത്രൻ ജനിക്കുന്നു. കോടിപതിക്കും മക്കൾ ജനിക്കുന്നു, ദരിദ്രനും മക്കൾ ജനിക്കുന്നു. എന്തുകൊണ്ട് ഞാനൊരു കോടിപതിയുടെ മകനായി ജനിച്ചു? എന്തുകൊണ്ട് ഞാനൊരു ദരിദ്രൻ്റെ മകളായിട്ട് ജനിച്ചു? ഇതിൻ്റെയൊക്കെ ആധാരം എൻ്റെ മുജ്ജന്മകൃത കർമ്മമാണ്. അത് ആർക്കും മാറ്റാൻ പറ്റുന്നതല്ല, മാറ്റാനാവില്ല. ഇതുപോലെ ബന്ധങ്ങൾ, ചില കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ അച്ഛനും അമ്മയും ഏതെങ്കിലും അമ്മത്തൊട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ച് പോവുകയാണ് കുഞ്ഞിനെ. എന്തുകൊണ്ട്? അനാഥയായി ജനിക്കാനുള്ള കർമ്മം ഞാൻ എന്തുകൊണ്ട് നേടി? കർമ്മം കൊണ്ട് ബന്ധിതയായതാണ്. അപ്പം ജീവിതത്തിൽ എൻ്റെ ബന്ധുമിത്രാദികൾ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ലെങ്കിൽ, എനിക്ക് വേണ്ടതായിട്ടുള്ള ആദരവും സ്നേഹവും തരുന്നില്ലെങ്കിൽ, അവരുടെ ഹൃദയത്തിൽ എനിക്കൊരിടം കിട്ടുന്നില്ലെങ്കിൽ, എൻ്റെ ജന്മനാലുള്ളവരടുത്ത് തന്നെ എനിക്കിങ്ങനെയാണ് കാർമിക് അക്കൗണ്ട് എങ്കിൽ, എൻ്റെ റിലേഷൻസിൽ മോശമായ കർമ്മക്കണക്ക് വരുന്നുണ്ടെങ്കിൽ, അതിനില്ലാതാക്കാനായി 2 വഴികളാണ്, 2 വിധത്തിൽ. ഒന്ന് മുജ്ജന്മത്തിൻ്റെ കർമ്മം കണക്ക് തീർക്കാനൊരു വഴി, മറ്റൊന്ന് ഈ ജന്മത്തിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ആദ്യം എന്തായാലും ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയറായി പറഞ്ഞുതരാം, എന്നിട്ട് അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഒന്ന്, മുജ്ജന്മത്തിലെ പാപകർമ്മത്തിന് നമ്മുടെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇല്ലാതെയാക്കാം. നെഗറ്റീവ് അക്കൗണ്ട്സ് ക്ലിയർ ചെയ്താൽ മാത്രമാണ് പോസിറ്റീവ് അക്കൗണ്ട്സിലൂടെ ഹാപ്പിനെസ്, ധനം, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് 3ഉം അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണം നമുക്ക്. അതുകൊണ്ട് നെഗറ്റീവ് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യാനുള്ളതായിരിക്കുന്ന വഴി എന്താണ്? അതാണ് നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ആരാണോ എന്നോട് ഇത്രയും മോശമായി പെരുമാറുന്നത്, അവരോട് എൻ്റെ മനസ്സിലെ ഭാവന നെഗറ്റീവ് ആയിരിക്കുന്നിടത്തോളം കാലം, അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്, അവർക്ക് എന്നോടുള്ള ഭാവനയല്ല, എൻ്റെ മനസ്സിൽ അവരോടുള്ളതായിരിക്കുന്ന ഭാവന നെഗറ്റീവ് ആയിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും പോസിറ്റീവ് തോട്ട്, പോസിറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിന്തിച്ചു നോക്കിയേ, അവരെ നിങ്ങളോട് അന്യായം ചെയ്യുകയാണ്. നമ്മളെ കൂടി നമ്മളോട് അന്യായം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? ജീവിതത്തിൽ താഴേക്ക് പോവുള്ളൂ, മേലോട്ട് പോകാൻ സാധ്യമല്ല. നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ താഴേക്ക് പോകണമെന്ന്, മേലേക്ക് പോകണം നമ്മുടെ എല്ലാവരും ആഗ്രഹം. അതിൻ്റെതായിട്ടുള്ള സൊല്യൂഷൻ ആദ്യം അവരോട് നമുക്ക് ക്ഷമിക്കാനാവുക. അവർ ചെയ്ത തെറ്റെന്ത് തന്നെയാണെങ്കിലും അവരോട് ക്ഷമിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്, അവരുടെ ആവശ്യമല്ല, അതെൻ്റെ ആവശ്യമാണ്. അഥവാ ആ ഫീലിങ്സ്, ആ മെമ്മറീസ് അതെൻ്റെ മൈൻഡിനുള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഡെവലപ്പായി 1 by 1 നെഗറ്റീവിനെ അട്രാക്റ്റ് ചെയ്ത് അവസാനം എൻ്റെ പേഴ്സണാലിറ്റി റിയാക്റ്റീവ് ആകുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിരിക്കുന്ന ദേഷ്യമുള്ള ആളായിട്ട് മാറുന്നു. എല്ലാ നെഗറ്റീവ് ഫീലിങ്സിൻ്റെയും കൂടാരമായിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ മാറിപ്പോവും. ഒറ്റ റീസൺ, അവരെന്നോട് ചെയ്ത കാര്യത്തിന് ഞാൻ എൻ്റെ മനസ്സിനുള്ളിൽ കൊണ്ടു നടന്നതിൻ്റെ റിസൾട്ട്. അതുകൊണ്ട് എൻ്റെ ലൈഫ് നന്നാവണമെങ്കിൽ ഞാൻ എന്നെ നന്നാക്കിയേ പറ്റൂ. എന്നെ നന്നാക്കണമെങ്കിൽ എന്നോട് ചെയ്തവരോട് എനിക്ക് ക്ഷമിച്ചേ പറ്റൂ. ഈ ജന്മത്തിലായിരുന്നുവെങ്കിൽ ഇവരിന്നത് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാമായിരുന്നു. മുജ്ജന്മത്തിലാണെങ്കിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല, മനസ്സിലാക്കുകയും വേണ്ട. പലരും പറയാറുണ്ട് മുജ്ജന്മത്തിൻ്റെ സ്മൃതികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ഞാൻ എല്ലാവരോടുമായിട്ട് പറയട്ടെ, മുജ്ജന്മത്തിൻ്റെ സ്മൃതിയിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന് സങ്കല്പിച്ച് നോക്കി, മുജ്ജന്മത്തിലെ ശത്രു വൈഫായിട്ട് വന്നിരിക്കുകയാണ് കണക്ക് തീർക്കാൻ വേണ്ടി. അതുകൊണ്ട് ഡെയിലി ഫൈറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ ഇടയ്ക്ക് നമുക്ക് ഓർമ്മ വരിക, മുജ്ജന്മത്തിലെ എൻ്റെ ശത്രുവാണ്, ഇന്നതൊക്കെ ചെയ്തെന്നുകൂടി ഓർമ്മ വന്ന ഈ ജീവിതത്തിൻ്റെ ഗതി എന്താവും? അതുകൊണ്ട് മുജ്ജന്മത്തിൻ്റെ സ്മൃതിയിലേക്ക് പോകണ്ട. ബട്ട് ഇന്നത്തെ എൻ്റെ പ്രസൻറ്റ്, എൻ്റെ മുജ്ജന്മത്തിൻ്റെ ചിത്രം എൻ്റെ മുന്നിൽ തുറന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ മുജ്ജന്മത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള കാര്യമുള്ളേ? അതുകൊണ്ട് അതിനുള്ള പോംവഴിയാണ് രാത്രി ഉറങ്ങും മുന്നും ഉണരുമ്പോഴതായിരിക്കുന്ന സമയം. ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതായിട്ടുള്ള ടൈമാണ്. അത് ഒരു മെത്തേഡ് തന്നെയുണ്ട്. അതായത് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ
മോർണിംഗ് ഹാബിറ്റ്സിലും നൈറ്റ് ഹാബിറ്റ്സിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉറങ്ങേണ്ടത്, ആ സ്വഭാവം എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടിരുന്നു. ഇത്രയും ദിവസമായിട്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നുള്ളതായിട്ടുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞിരുന്നത്. ഉറങ്ങണേക്കാൾ മുന്നേ മറ്റെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ബെഡിൽ കിടക്കാൻ പോകും മുന്നേ മെഡിറ്റേറ്റ് ചെയ്യുമല്ലോ. ആ മെഡിറ്റേഷൻ്റെ എൻഡിൽ നിങ്ങളെ സ്വയം ഭഗവാന്റെ മുന്നിൽ ആ പ്രകാശമായിട്ട് കാണാം ഈശ്വരനെ. ആ പ്രകാശത്തിൻ്റെ അടുത്ത് നമ്മളൊരു പ്രകാശം, ആ പ്രകാശം അങ്ങനെ സ്ഫുരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള പ്രകാശം, അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വിശ്വസിക്കുന്ന മൂർത്തിയെ കാണണമെങ്കിൽ അവരെ ചൈതന്യമായിട്ട് കാണണം. ഒരു വിഗ്രഹമായിട്ട് കാണരുത്, അതല്ലെങ്കിൽ ഒരു ചിത്രമായിട്ട് കാണരുത്. ലൈവായിട്ട് അവർ നിൽക്കുകയാണ്, അവരുടെ മുന്നിൽ നിങ്ങൾ നിൽക്കുകയെന്ന് സങ്കല്പിക്കൂ. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു കൂട്ടം ആത്മാക്കളെ കാണാം. ഓരോരുത്തരുടെ രൂപഭാവങ്ങൾ നമുക്കറിയില്ലല്ലോ. മുജ്ജന്മത്തിൽ ആരൊക്കെ ഏത് രൂപത്തിലാണ് നമുക്കറിഞ്ഞുകൂടാ, ഈ രൂപത്തിലേ നമുക്കറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കൂട്ടം നക്ഷത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആദ്യം ഭഗവാന്റെ അടുത്ത് പോയിട്ട് ആ ഈശ്വരൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി നിറയുന്നതായിട്ട് ഫീൽ ചെയ്യുക. അത് പൂർണ്ണമായ പ്രകാശകിരണമായി ഒഴുകി വന്ന ശേഷം നമ്മുടെ ഭഗവാന്റെ മുന്നിൽ ആദ്യം സമർപ്പിക്കുക. ഈശ്വര, ഏത് ജന്മത്തിൽ ഏത് കർമ്മം കൊണ്ടാണ് ഇന്നെൻ്റെ ജീവിതത്തിൽ ഈ ദുഃഖം എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും ആ ദുഃഖത്തിനുള്ള പരിഹാരം തരാനായിട്ട് അത് നിനക്കേ പറ്റൂ. അതുകൊണ്ട് നീ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുക. ആ പ്രകാശം നിങ്ങളിലേക്ക് ഒഴുകി വന്നുകൊണ്ട് അത് ഈശ്വരൻ നിങ്ങളടുത്ത് സമ്മതിച്ചതായിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ക്ഷമാപണത്തിൻ്റെ രീതി, 2 കൈകളും ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ നിൽക്കുക. എന്നിട്ട് ഭഗവാനോട് പറയുക, ഏതൊക്കെ ജന്മങ്ങളിൽ ആരോട് ഞാൻ തെറ്റു ചെയ്തു എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും ഏത് ജന്മത്തിൽ ചെയ്തവരോടും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എന്ന് പറയാം. അത് കഴിഞ്ഞ ശേഷം തിരിച്ച് ആ മുഴുവൻ കൂട്ടം ആളുകൾ നിൽക്കുന്ന നക്ഷത്രം നിൽക്കുന്നതിലേക്ക് തിരിഞ്ഞു നിൽക്കുക. ഇത് ശരീരത്തിൽ എഴുന്നേറ്റ് നിന്ന് ചെയ്യേണ്ടതല്ല, സങ്കല്പത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ നക്ഷത്ര കൂട്ടങ്ങളുടെ നേരെ നോക്കി അവരോട് പറയുക, ഏതൊക്കെ ജന്മങ്ങളിൽ നിങ്ങൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ഒന്ന് നമ്മളോട് ചെയ്തവരോട് ക്ഷമിക്കണം, മറ്റൊന്ന് നമ്മൾ തെറ്റ് ചെയ്തവരോട് ക്ഷമ ചോദിക്കണം. ഇത് ക്ഷമാപണത്തിൻ്റെ വിധിയാണ്. ഈ വിധിയിലൂടെ നിങ്ങൾ നിരന്തരം ചെയ്യാൻ തുടങ്ങിയാൽ കൂട്ടമായിട്ട് നമ്മളടുത്ത് ഡിസ്റ്റർബ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരൊക്കെ പോകും. എസ്പെഷ്യലി ഏതെങ്കിലും ഒരു പേഴ്സണാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നതെന്ന് വിചാരിക്കുക, നിങ്ങളുടെ മുന്നിൽ തടസ്സമായി നിൽക്കുന്നതെന്ന് വിചാരിക്കുക, എങ്കിൽ അവരെ മുന്നിൽ കാണാം. ആദ്യത്തെ മെത്തേഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നോട് ക്ഷമിക്കണം എന്ന് ഭഗവാന്റെ മുന്നിൽ ക്ഷമ ചോദിക്കണം. തിരിഞ്ഞ് ആ ആളുകളോട് നിങ്ങൾ എന്ത് എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയണം. ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മൾ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ശരിക്കും നമുക്കൊരു വെയ്റ്റ്ലെസ്നെസ്, മനസ്സിൽ ഭാരക്കൊഴിഞ്ഞു പോയതായിട്ട്, എല്ലാ പ്രശ്നങ്ങളും തീർന്നതായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സുഖം നമുക്ക് അനുഭവമാകും. ഇത് ഞാൻ ചെയ്ത് അനുഭവിച്ചതിൻ്റെ ആധാരത്തിൽ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ആ ഫീല് നിങ്ങളോട് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എത്ര ഫീലോടുകൂടി കാര്യം പുറത്തേക്ക് പ്രവഹിക്കുന്നു, അത്രയും വെയ്റ്റ്ലെസ്നെസ്, അത്രയും സുഖം, അത്രയും ഭഗവാനുമായിട്ട് അടുത്ത സംബന്ധം. നിങ്ങളുടെ കൂട്ടത്തിലൊരാളാണ് ഈശ്വരൻ, എൻ്റെ സർവസ്വമാണ് ഈശ്വരൻ എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്തേക്കും. അത്രയും നല്ല അനുഭൂതി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിരന്തരമായിട്ട് ശല്യപ്പെടുത്താൻ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ക്ഷമാപണത്തിൻ്റെ സമയത്ത് ആദ്യം ഈശ്വരൻ്റെ അടുത്ത് പോയിട്ട് പറയുക, എന്തൊക്കെ ഞാൻ ചെയ്തു അതെല്ലാം എന്നോട് ക്ഷമിക്കാൻ പറയുക. അത് കഴിഞ്ഞ ശേഷം ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുക, അവർക്ക് ഗുണങ്ങളില്ലാത്തൊരു വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടാവില്ലല്ലോ. അവർക്ക് നിങ്ങളറിയുന്ന, നിങ്ങളുടെ ബന്ധത്തിൽ അറിയുന്ന ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ആ ഗുണങ്ങളൊക്കെ അവരെ മുഖത്ത് നോക്കി പറയുക. സൂക്ഷ്മത്തിലാണ് കേട്ടോ, സ്ഥൂലത്തിലല്ല. മീൻസ് മനസ്സിലാണ് നടക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവരോട് അവരുടെ ഗുണങ്ങളൊക്കെ, നിങ്ങൾ എത്ര നല്ല ആളാണ്, നിങ്ങൾക്ക് എത്ര സ്നേഹമുള്ള ആളാണ്, ആരോടൊക്കെ അവർ സ്നേഹിക്കുന്നുണ്ടോ അതൊക്കെ ഓർത്ത് നോക്കൂ, നിങ്ങൾ നല്ല സ്നേഹമുള്ള ആളാണ്. അതല്ലെങ്കിൽ മുന്നേ നമ്മുടെ റിലേഷൻ ഉണ്ടായിരുന്ന ആ സ്നേഹത്തിൻ്റെ നിമിഷങ്ങൾ ഓർത്ത് നോക്കൂ, നിങ്ങൾ എത്ര നല്ല ആളാണ്, എത്രമാത്രം എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, എന്തുമാത്രം നമ്മൾ സ്നേഹം പങ്കുവെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ നല്ല മൊമെൻറ്റ്സിനെ ഓർമ്മിച്ചുകൊണ്ട് നിങ്ങൾ നല്ല ആളാണ്, നിങ്ങൾ വളരെ സ്നേഹിയാണ്, നിങ്ങൾ വളരെ നല്ല സ്വഭാവമാണ്, വളരെ ഹെൽപ്പിംഗ് ആണ്, നിങ്ങൾക്ക് എന്തൊക്കെ അവരിൽ നിന്ന് മിസ്സിങ് ഉണ്ടോ അതൊക്കെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പത്തിനൊപ്പം ഇപ്പോൾ അവരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഗുണങ്ങൾ എന്തുണ്ടോ അതിനൊക്കെ ഓർത്തുകൊണ്ട് നിങ്ങളതാണ്, നിങ്ങളിങ്ങനെയാണ്, നിങ്ങളിങ്ങനെയാണ് എന്ന് അവരോട് സംസാരിക്കുക. അത് കഴിഞ്ഞ ശേഷം ആദ്യം അവരുടെ നന്മ പറഞ്ഞ് അവരുടെ പോസിറ്റീവ് എനർജീനെ ഹൈക്ക് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം അവരോട് പറയുക,
എനിക്ക് മുജ്ജന്മത്തിൽ എന്ത് ആണ് നിങ്ങളുമായിട്ടുള്ള നെഗറ്റീവ് അക്കൗണ്ട് അറിഞ്ഞൂടാ. എന്തോ ഒരു നെഗറ്റീവ് അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ടാവണം, എൻ്റെ പേര് തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ പരിണിത ഫലമാണല്ലോ നിങ്ങൾ ഈ ജന്മത്തിൽ എനിക്ക് ദുഃഖം തരുന്നത്. അതെന്തു തന്നെയാണെങ്കിലും എന്നോട് ക്ഷമിക്കണം എന്ന് പറയണം. ഇതൊരിക്കലും വിചാരിക്കരുത് ഇത് വെറും ഒരു മനസ്സുകൊണ്ടുള്ള പ്രസ്താവനയാണെന്ന്. ഇത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് എനർജിയുടെ ട്രാൻസ്മിഷനാണ്. ഈ ഒരു ക്ഷമാപണത്തിൻ്റെ വിധി നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര തന്നെ നിങ്ങളോട് ദേഷ്യപ്പെട്ട് മാറി നിൽക്കുന്ന ആൾക്കും അവരുടെ ഹൃദയത്തിലേക്ക് ഒരു കൂളിംഗ് അനുഭവപ്പെടും. നിങ്ങളെക്കുറിച്ചുള്ള നല്ല നല്ല സ്മൃതികളൊക്കെ അവരുടെ മനസ്സിൽ വരാൻ തുടങ്ങും. നിങ്ങളെ മിസ് ചെയ്യാൻ അവർക്ക് പറ്റാതെയാവും. നിങ്ങളോട് മോശമായിട്ട് അവർക്ക് പെരുമാറാൻ പറ്റാതെയാവും. പതുക്കെ 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 ആ റിലേഷൻ ഏറ്റവും സുഖദായിയായിട്ട് പരിവർത്തനാവുകയും ചെയ്യും. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർത്ത് ഇത് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ ഉടനെ ഈശ്വരനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഭഗവാന്റെ കിരണങ്ങൾ നമ്മൾ നിറച്ച ശേഷം യാതൊരളവുമില്ലാത്ത ഈശ്വര സ്നേഹത്തെ ഞാൻ നിങ്ങൾക്കിതാ ഒഴുക്കി തരികയാണ്. നമ്മൾ എത്ര നല്ല റിലേഷനാണ്, നിങ്ങൾ എത്ര നല്ല ആളാണ്. അങ്ങനെ ഹൃദയം കൊണ്ടൊരു ചുരുങ്ങിയതൊരു 9 തവണയെങ്കിലും അവരുടെ അടുത്ത് ആവർത്തിച്ച് പറയുക. അത് കഴിഞ്ഞ ശേഷം ഒരു നിമിഷം നിങ്ങൾ നല്ല റിലേഷനിലായിട്ട് ദ ഹാപ്പിയസ്റ്റായിട്ട് ആഗ്രഹിക്കുന്ന പോലുള്ളതായിട്ടുള്ള ദ ബെസ്റ്റ് മൊമെൻറ്റിന് മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ സ്മൃതികൾ അങ്ങനെ അലിഞ്ഞിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ മോർണിംഗ് മെഡിറ്റേഷൻ, ഡെയിലി ആക്ടിവിറ്റീസിലേക്കൊക്കെ പോയിക്കോളൂ. പക്ഷേ ഈ മെത്തേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജന്മജന്മാന്തരത്തിൻ്റെ അക്കൗണ്ട്, മുജ്ജന്മത്തിൻ്റെ ഏത് കണക്കാണെങ്കിലും തീർന്നു പോയിക്കോളും. ഒരു ദിവസം എന്ന് പ്രതീക്ഷിക്കരുത്. ഇത് ഞാൻ നിങ്ങൾക്ക് ടെക്നിക്ക് പറഞ്ഞിരുന്നു. നിങ്ങളുടെ കാർമിക് അക്കൗണ്ടിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. അത് നിങ്ങൾക്കും അറിഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആ ഡെപ്ത് കുറയുന്നതിനനുസരിച്ച് അവിടെ ചേഞ്ചായി ഒരു നല്ല റിലേഷനിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ അട്രാക്ഷനിലെ ഈ ഒരു ടെക്നിക്ക്, ഇത് പവർഫുള്ളായിട്ടുള്ള മൈൻഡ് ടെക്നിക്കാണ്. ഇത് നിങ്ങൾ ഉപയോഗിക്കണം. പിന്നെ ഈ ജന്മത്തിൽ നമ്മുടെ ഉള്ളിലായിരിക്കുന്ന സ്മൃതികൾ, നമ്മൾ അനുഭവിച്ചറിഞ്ഞത്, നമ്മളെ അറിഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് അപമാനിച്ച നിമിഷങ്ങൾ, ഒട്ടും മൈൻഡ് ചെയ്യാതെ പോയിക്കൊണ്ട് മനസ്സിനെ വ്രണപ്പെടുത്തായിട്ടുള്ള നിമിഷങ്ങൾ, ഇങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റ് ഇടാൻ നമുക്ക്. ഈ സമയത്ത് അതുണ്ടായി, ആ സമയത്ത് അതുണ്ടായി, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ലിസ്റ്റുകൾ ഉണ്ടായിരിക്കുമല്ലോ. ആ ലിസ്റ്റുകളെയൊക്കെ ഒന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തിയിട്ട് നമ്മുടെ ഉപബോധ മനസ്സിനുള്ളിൽ നിന്ന് അതിനെ ഡിലീറ്റ് ചെയ്യണം. അതിനെ ഡിലീറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള വേറൊരു ടെക്നിക്കാണ്. അത് NLPയുമായിട്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ചെയ്യാറ്. അതുകൊണ്ട് ആ ടെക്നിക്കും ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരികയാണ്. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ 2 ടെക്നിക്കിലൂടെയും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ ഫുൾ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കും ചിത്തവൃത്തി നിരോധം യോഗ എന്ന് ഗീത പറഞ്ഞത്. മെഡിറ്റേഷനിൽ ഈശ്വരനുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് സുഗമമായിട്ട് ചേർക്കണമെങ്കിൽ ചിത്തശുദ്ധി എന്ന് വെച്ചാൽ അർത്ഥം ഉപബോധ മനസ്സിൻ്റെ ക്ലീനിങ്, അത് വളരെ അത്യാവശ്യമാണ്. ക്ലീനിങ്ങിനുള്ള മെത്തേഡ്സ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഫുൾ ക്ലീൻ ആയിട്ടില്ല എങ്കിൽ ഒന്നും കൂടെ കാണണം. എന്നാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഞാൻ ഒരു പുതിയ ടെക്നിക്ക് കൂടെ പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാണ് NLP ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു മെമ്മറീനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അതിനാദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഏകാന്തമായിരിക്കുന്ന സമയം, കുറച്ച് സമയം ആരും സംസാരിക്കാത്ത രീതിയിൽ, റൂം എല്ലാവരോടും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലവരോട് പറയാമല്ലോ, കുറച്ച് സമയം ഞാൻ എൻ്റെ പേഴ്സണൽ മെഡിറ്റേഷന് വേണ്ടി പോവുകയാണ്, ആരും ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ എന്ന്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് റൂമിൽ നിന്നേ പുറത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ആ സൗണ്ട് പോലും നമ്മൾ അട്രാക്ട് ചെയ്യരുത്. ഒന്നുമില്ലാത്ത രീതിയിൽ ഏകാന്തമായിരിക്കുന്ന സമയം. അഥവാ നിങ്ങളുടെ വീട്ടിൽ ആരും നിങ്ങളോട് സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ എല്ലാവരും ഉറങ്ങുന്ന സമയം എടുത്തു, നോ പ്രോബ്ലം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാം, മാറ്റി വയ്ക്കാം. എല്ലാവരും ഉറങ്ങുന്ന സമയം, ഏർലി മോർണിംഗ് അവേഴ്സ്, ദ ബെസ്റ്റ് ടൈം, ദ ഗോൾഡൻ ടൈം. പ്രകൃതി കൂടി ആ സമയത്ത് എനർജറ്റിക് ആയിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ഫുൾ പോസിറ്റീവ് എനർജി റിസീവ് ചെയ്യാൻ പറ്റിയ സമയമാണ്. അതുകൊണ്ട് ഏർലി മോർണിംഗ് അവേഴ്സ് ആണെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അതല്ല നിങ്ങൾക്കാവില്ല എന്നുണ്ടെങ്കിൽ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയം, ഏതെങ്കിലും സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചേ പറ്റൂ. കാരണം നമ്മുടെ മനസ്സിനെ ശക്തിശാലിയാക്കിയില്ലെങ്കിൽ, എൻ്റെ മനസ്സിൻ്റെ തോട്ട്സിൻ്റെ ആധാരത്തിലല്ല ഞാൻ ലൈഫ് ഡിസൈൻ ചെയ്യുന്നത്. എൻ്റെ മനസ്സിനുള്ളിൽ നിന്ന് പോസിറ്റീവ് തോട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ നിന്ന് നെഗറ്റീവ് ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എങ്കിൽ ഒരിക്കലും എൻ്റെ ലൈഫ് എനിക്ക് വിചാരിച്ച പോലെ ഹാപ്പിയാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കൊടുക്കേണ്ട സ്ഥലം നിറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. ഈ ജീവിതത്തിൽ എല്ലാവർക്കും കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ആദ്യം നിറയ്ക്കണമെങ്കിൽ ഉള്ളിലുള്ളതായിരിക്കുന്ന വേസ്റ്റിനെയൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. ആ ടെക്നിക്കാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം ഏകാന്തമായിരിക്കുന്ന മുറിയിലിരിക്കുക. ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ, ഹാഫ് ആൻ അവർ മെഡിറ്റേഷൻ ചെയ്യുക. ആ ചെയ്ത് കഴിഞ്ഞ ശേഷം മനസ്സ് സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത്, പവർഫുള്ളായിരിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിക്കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ആദ്യം നമ്മൾ കാണും, നമ്മുടെ മുന്നിലൊരു വാൾ. ആഷ് വാളാണെങ്കിൽ കുറേയും കൂടെ നന്നായി.
ആഷ് വോളുള്ള സ്ഥലത്ത് ഇരിക്കാനല്ല, മനസ്സിൽ കാണുന്നതായിരിക്കുന്ന വോൾ ഒരു ആഷ് കളറുള്ളതായിട്ടുള്ള വോൾ കാണുക. അവിടെ വലിയൊരു ടി വി സ്ക്രീൻ, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ടി വി സ്ക്രീൻ കണ്ടോളൂ. വേണമെങ്കിൽ ആ വോൾ മുഴുവൻ ഏതാണ്ട് വലിപ്പമുള്ളൊരു ടി വി സ്ക്രീനാണെന്ന് വിചാരിച്ചോളും. സിനിമാ തിയേറ്ററിലൊക്കെ പോയി നമ്മൾ കാണാനിരിക്കും പോലെ മുന്നിൽ വലിയൊരു സ്ക്രീനാണ്, ടി വി സ്ക്രീനാണ്. ആ സ്ക്രീനിൻ്റെ റിമോട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അതായിരിക്കുന്ന സ്വന്തം ജീവിതത്തിലെ നല്ല കുറച്ച് മൊമെൻറ്റ്സിനെ ആ ടി വിയിൽ ആദ്യം കാണാൻ തുടങ്ങുക. ഹാപ്പിനെസ്, മെഡിറ്റേഷൻ്റെ അവസാനം ആ ഹാപ്പിനെസ് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യുക. നമ്മൾ ചിരിക്കുന്നതും കളിക്കുന്നതും സന്തോഷിക്കുന്നതും അതിലെ കഥാപാത്രങ്ങൾ വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. ഞാൻ മെയിൻ കഥാപാത്രം, നായകൻ അഥവാ നായിക, എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമ്മളോട് സംസാരിക്കുന്നത്, നമ്മൾ പറയുന്നത്, ചെയ്യുന്നത്, ചിരിക്കുന്നത് എല്ലാം കാണുക. പെട്ടെന്ന് ആ സീനങ്ങ് മാറ്റിയിട്ട് ആ നെഗറ്റീവ് സീൻ, നിങ്ങളുടെ ഉള്ളിൽ സേവ് ചെയ്ത് വെച്ചതായിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള സീനുണ്ടല്ലോ, ആ സീനിന് അതിലേക്ക് അങ്ങ് ഇമർജ് ചെയ്യുക. ഫുള്ളായിട്ട് കളർഫുള്ളായിട്ട് ആ ദൃശ്യം നടക്കുകയാണ്. ആ ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ ഫീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ അത് അതേപോലെ നമ്മൾ അനുഭവിക്കുന്ന പോലെ ആയി മാറും. കാരണം അത് അങ്ങനെ കാണുകയല്ലേ, നമ്മൾ അപമാനിച്ചത്, ആ ഓർമ്മിച്ചത്, ചിലപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞെന്നൊക്കെ വരുന്നുണ്ടോ കണ്ടു പറയും. എന്നിരുന്നാൽ പോലും ആ ദൃശ്യത്തെ കാണും. കഴിയുമെങ്കിൽ ഒരു ഡിറ്റാച്ച്ഡ് ഒബ്സർവറായിട്ട് കാണാൻ സാധിച്ചാൽ ദ ബെസ്റ്റ്, വളരെ വേഗം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്ന് കരുതി ആ ഓർമ്മ വന്നു അങ്ങനെ കണ്ണ് നിറഞ്ഞു എന്ന് കരുതി നിർത്തരുത്. യെസ്, ലെറ്റ് us കണ്ടിന്യൂ. അത് കഴിഞ്ഞ ശേഷം എന്തായാലും മോശം ദൃശ്യം അതിങ്ങനെ കളർഫുള്ളായിട്ട് കണ്ടിട്ട് എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് ചെയ്യേണ്ട മെത്തേഡ്, നമ്മുടെ റിമോട്ട് ഉപയോഗിച്ചതിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ കുറച്ച് നേരം കാണുമ്പോഴേക്കും ബോറടിക്കാൻ തുടങ്ങും. റിപ്പീറ്റ് ചെയ്ത് കാണാൻ നടക്കുന്ന സംഭവം മുഴുവൻ. അത് കഴിഞ്ഞ ശേഷം റിമോട്ട് കൊണ്ട് അതിൻ്റെ വോയിസ് ഇല്ലാതാക്കുക. അവിടെ കരച്ചിലില്ല, ശബ്ദമില്ല, പറയലില്ല, ഒന്നുമില്ല, ഫുൾ ആക്ഷൻ മാത്രം. അപ്പോൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്ത് പോവും ഇതൊരു ആക്ഷൻ നടക്കുകയാണ്, ഒരു മൂവി ഫിലിം. അത് കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ ഓഫ് ചെയ്യുക. ഈ മൂവി ആയിട്ടുള്ള മോശമായിട്ടുള്ള ദൃശ്യം എന്തിനാണ് കാണുന്നത്? ഒരു പ്രാവശ്യം കൂടെ റിമോട്ട് ഞെക്കുന്ന സമയത്ത് നമ്മൾ ടി വിയിൽ പിക്ചർ ട്യൂബ് കേടാവുകയാണെങ്കിൽ ഇങ്ങനെ തരംഗങ്ങളെപ്പോലെ കാണില്ലേ, അതുപോലെ എല്ലാം അങ്ങ് മാഞ്ഞു പോയി. ഒന്നുകിൽ ഗ്രെയിൻസ് മാത്രം അഥവാ തരംഗങ്ങളായിട്ട് എല്ലാം മാഞ്ഞു പോയതാ സങ്കല്പിക്കുക. ഇനി ഈ ടി വി നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ ആ റിമോട്ട് അമർത്തുമ്പോൾ ആ ടി വി അങ്ങ് പറന്നു പോയിട്ട് ആകാശത്തുള്ള കറുത്ത കാർമേഘത്തിൽ തട്ടി കത്തിപ്പോകുന്നതായിട്ട് സങ്കല്പിക്കുക. ആ പൊടി പോലും ഇല്ലാതെ എല്ലാം അങ്ങ് പറന്നു പോയി. ഇനി ആ ദൃശ്യം എൻ്റെ ഉള്ളിലില്ല, ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്കത് ഫീൽ ചെയ്യും. ആ ദൃശ്യം നമ്മുടെ മനസ്സിൽ നിന്ന് പോയി, അതിൻ്റെ വെയിറ്റ് കുറഞ്ഞതായിട്ട്, ദൃശ്യം പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം പതുക്കെ ഒരു പ്രാവശ്യം കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. കാരണം ഇതിലുള്ള സയൻസ് എന്താണെന്നറിയോ? നമ്മുടെ ബ്രെയിൻ അഥവാ മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള മെസ്സേജ് ഒന്ന് പിക്ചറും മറ്റൊന്ന് മ്യൂസിക്കും പിന്നെ ഒന്ന് കളറും കൊണ്ടാണ്. ഈ മൂന്നും കൊണ്ടും പെർഫെക്റ്റ് ആയിരിക്കുന്ന സ്മൃതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ ഫീലിങ്സിൽ നമ്മുടെ അടുത്തേക്ക് വരും അത് എല്ലാ സമയത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ കളർ ഇല്ലാതാക്കി, അതിൻ്റെ സൗണ്ട് ഇല്ലാണ്ടാക്കി, പിക്ചർ ഇല്ലാതാക്കി, അതിനെ ശൂന്യമാക്കി ഇല്ലാതാക്കി. അതോടെ നമ്മുടെ മനസ്സിൻ്റെ ഫാക്ടറിയിൽ നിന്ന് അഥവാ മനസ്സിൻ്റെ ഫയലിൽ നിന്ന് ആ നെഗറ്റീവായിരിക്കുന്ന ഫയൽ ഡിലീറ്റഡ് ആവും. ഒരു പ്രാവശ്യം കൊണ്ട് പോയില്ലെങ്കിൽ പല പ്രാവശ്യവും ചെയ്യൂ. തന്നെത്താൻ ഈ എല്ലാ മെമ്മറി നമ്മളോട് ഡിലീറ്റ് ആവുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫ് എന്താണ്? നമ്മൾ പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ചെയ്യുന്ന വിഷ്വലൈസേഷൻ്റെതായിട്ടുള്ള കോൺസെൻട്രേഷൻ കൂടാൻ തുടങ്ങും. അത് നമ്മുടെ അടുത്ത് വരുന്നത് വളരെ ഫാസ്റ്റായിട്ട് വരാൻ തുടങ്ങും. കൊച്ചു കാര്യങ്ങളൊക്കെ ഞൊടിയിടൽ എന്ന പോലെ നടക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ റിയൽ ഡ്രീമിലേക്ക്, എൻ്റെ ജീവിതം സ്വന്തം കൈകളിലായിക്കൊണ്ട് ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിനെ സ്വന്തമാക്കിക്കൊണ്ടുള്ള സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് നമ്മൾ പോകാൻ തുടങ്ങും. അതുകൊണ്ട് ഈ രീതിയിൽ ഒന്ന് പാസ്റ്റ് ബർത്ത് മെമ്മറീസ്, മറ്റൊന്ന് പാസ്റ്റ് ബർത്ത് അക്കൗണ്ട്സ്, മറ്റൊന്ന് ഈ ജന്മത്തിലെ മെമ്മറീസ്, രണ്ടും ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഉപബോധ മനസ്സിനെ ക്ലിയർ ആക്കുക, പോസിറ്റീവ് അക്കൗണ്ടിനെ ആക്റ്റീവ് ആക്കുക. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ആ ഒരു ചിത്തത്തിനെ അഥവാ ഉപബോധ മനസ്സിനെ ക്ലീൻ ആക്കാനാവും. എന്നാൽ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ പവർഫുൾ വൈബ്രേഷൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഡ്രീം നമ്മളേക്ക് അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ലൈഫ് ദ ഡ്രീം ലൈഫായിട്ട് ചേഞ്ച് ആവുകയും ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. ഓം ശാന്തി. കുറച്ച് സമയം നമുക്ക് ആ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കുന്ന 2 ടെക്നിക്സ്, മെഡിറ്റേഷൻ ടെക്നിക്സ് എന്ന് ഞാൻ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ഗിഫ്റ്റായിട്ട് തരികയാണ്. തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഓം ശാന്തി. ഓം ശാന്തി. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത്
ലോകത്തിലെ മറ്റെല്ലാ ശബ്ദങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട്, അതൊന്നും നിങ്ങളെ ആകർഷിക്കാത്ത രീതിയിൽ, മൊബൈലിൻ്റെ ശബ്ദമില്ല, റിംഗ് ടോണില്ല, മെസ്സേജ് ടോണില്ല, ഒന്നുമില്ല. മൊബൈൽ പൂർണ്ണമായും സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വച്ചിരിക്കുന്നു. മറ്റ് ശബ്ദങ്ങളൊന്നും ആകർഷിക്കുന്നില്ല. വ്യക്തികൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഏത് സമയമാണോ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ സമയം, ആ സമയം സെലക്ട് ചെയ്യണം. ഏറ്റവും നല്ലത് ഏർലി മോർണിംഗ് സമയം, അതല്ല എന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങിയേക്കാൾ മുന്നുള്ള സമയം. ഇതെല്ലാം നമ്മൾ വിശദമായി കണ്ടതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോവുകയാണ് മെഡിറ്റേഷൻ്റെ ലോകത്തേക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് സുഖകരമായൊരു സ്ഥലത്തിരിക്കണം. നട്ടിൽ നിവർന്ന് കസേരയിൽ വേണമെങ്കിൽ ഇരിക്കാം, താഴെ ചമ്രം പടിഞ്ഞിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഏറ്റവും നല്ലത് ചമ്രം പടിഞ്ഞ് ഒരു വിരിപ്പിലോ അതല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ ബെഡിൻ്റെ മേലെയോ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് ആകർഷിക്കാനുള്ളതായിരിക്കുന്ന ശരീരത്തിൻ്റെ പൊസിഷനാണ്. നന്നായിട്ട് ശ്വാസം വലിച്ചു വിടുക. അപ്പം ഞാൻ ശ്വാസം വലിച്ചു വിടുന്നതിൻ്റെ ഒപ്പത്തിനൊപ്പം വിടുകയാണെങ്കിൽ കുറേ കൂടെ നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടും. പതുക്കെ നിങ്ങളുടെ ശ്രദ്ധയെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവരൂ. ഈ കസേരയിൽ സ്വസ്ഥമായിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഉള്ളിലെ ഇരു പുരികങ്ങൾക്കും മധ്യത്തിൽ അതിസൂക്ഷ്മമായ ഒരു പ്രകാശ നക്ഷത്രമായിരിക്കുന്ന ഞാനെന്ന ബീയിങ്, സചേതനമായ ശക്തി, സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യ ശക്തിയാണ്. ഞാൻ ശാന്ത സ്വരൂപമാണ്. എൻ്റെ മനസ്സിലിപ്പോൾ തികച്ചും ശാന്തമായ സങ്കല്പങ്ങൾ മാത്രം. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ആ ഒരു വ്യക്തിയെ, അതാരാണെങ്കിലും ആ വ്യക്തിയെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അവരുമായുള്ള എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിയുമായുള്ള ഒരുപാട് നല്ല നിമിഷങ്ങൾ ഓർമ്മിച്ചാലും, ഒന്നിച്ച് പഠിക്കുന്നതാവാം, ഒന്നിച്ച് ആഹാരം കഴിക്കുന്നതാവാം, ഒന്നിച്ച് പുറത്തെവിടെയെങ്കിലും കറങ്ങി നടന്നതാവാം, നല്ല നല്ല ആശയങ്ങളെ, സങ്കല്പങ്ങളെ പങ്കുവച്ചതാവാം, സ്വപ്നങ്ങളെ പങ്കുവച്ചതാവാം. ഏതെല്ലാം നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ടോ അതെല്ലാം ഓർമ്മിച്ചാലും ശരിക്ക് വീണ്ടും ആ മുഹൂർത്തങ്ങളിലെ സന്തോഷം, അത് എൻ്റെ ഹൃദയത്തെ തന്നെ സന്തോഷത്താൽ നിറയ്ക്കുകയാണ്. ആ സ്നേഹവും ആ ഊഷ്മളതയും ആ ഒരു കരുതലും എല്ലാം ഞാൻ ഒരിക്കൽ കൂടി അനുഭവിക്കുകയാണ്. എൻ്റെ ആ നല്ല സുഹൃത്ത് അഥവാ നല്ല ബന്ധം തിരിച്ചെന്നിലേക്ക് വന്നു എന്ന് ഞാൻ സങ്കല്പിക്കുന്നു. തിരിച്ചു വന്നതായും വീണ്ടും ഒരിക്കൽ കൂടി കാണുമ്പോൾ ഏതെല്ലാം വാക്കുകളിലായിരിക്കും നിങ്ങളോട് സംസാരിക്കുക, അതെല്ലാം കേൾക്കൂ. സോറി പറയുകയാണെങ്കിൽ പോലും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള ആത്മാർത്ഥമായ സോറി. ആ ഒരു നിമിഷം നിങ്ങൾ എപ്രകാരം അനുഭവിക്കുകയാകും, അതൊന്ന് ആസ്വദിച്ചു നോക്കൂ. ആ നല്ല അനുഭൂതിയുടെ നിമിഷങ്ങളിൽ ആ വ്യക്തി നിങ്ങളുടെ മുന്നിലിരിക്കുന്നതായി സങ്കല്പിച്ചാലും നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആശയങ്ങളും വിഷമമാണെങ്കിൽ അത്, സന്തോഷമാണെങ്കിൽ അത്, അവരോടുള്ളതായിരിക്കുന്ന താങ്ക്സ് ആണെങ്കിൽ അത്,
എല്ലാം തുറന്നു പറഞ്ഞാലും നിങ്ങളുടെ ഭ്രൂമധ്യത്തിൽ നിന്നും ഇളം പച്ച പ്രകാശകിരണങ്ങൾ ആ വ്യക്തിയുടെ ഭ്രൂമധ്യത്തിൽ ചെന്ന് പതിച്ച് അത് സചേതന ആത്മാവായ ആ പ്രകാശ നക്ഷത്രത്തെ തീവ്ര പ്രകാശമുള്ളതായി മാറ്റുന്നതായി അനുഭവം ചെയ്യൂ. നിങ്ങളുടെ കണ്ണുകളിലും ആ വ്യക്തിയുടെ കണ്ണുകളിലും ഇപ്പോൾ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ മാത്രമേ ഉള്ളൂ. ഹൃദയത്തിലെ വൈബ്രേഷൻ കണ്ണുകളിലൂടെ അന്യോന്യം പകർന്നു നൽകുന്ന ശ്രേഷ്ഠമായ നിമിഷങ്ങൾ. പഴയ എല്ലാ മോശമായ സ്മൃതികളെയും തികച്ചും ഡിലീറ്റ് ചെയ്തുകൊണ്ട് റിലാക്സ്ഡായി വീണ്ടും ഒത്തുചേർന്ന ആ ശ്രേഷ്ഠമായ നിമിഷം ശരിക്കും മനസ്സുകൊണ്ട് ആസ്വദിച്ചാലും. ഇനി നിങ്ങളുടെ റിലേഷൻ്റെ ഡെപ്ത് അനുസരിച്ച് ഏത് റിലേഷനാണോ, അച്ഛനാണെങ്കിൽ അത്, ഹസ്ബൻഡാണെങ്കിൽ അത്, അമ്മയാണെങ്കിൽ അത്, ആ രീതിയിലുള്ളൊരു സമ്മാനം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നതായി സങ്കല്പിക്കൂ. സ്നേഹത്തോടെ നിങ്ങളെ ആലിംഗനം ചെയ്തുകൊണ്ട് ആ എല്ലാ പഴയതും തീർന്നു, ഇനി നമ്മൾ ഒന്നാണെന്ന് പറയുന്ന ആ നിമിഷമൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇങ്ങനെയൊരു നിമിഷം വീണ്ടും എൻ്റെ ജീവിതത്തിൽ തന്നതിന് ഹേ പ്രപഞ്ചമേ നിനക്ക് നന്ദി. എൻ്റെ ഭഗവാനെ നിനക്ക് നന്ദി. വീണ്ടും എൻ്റെ ജീവിതത്തെ ആനന്ദഭരിതമാക്കിയതിന് ഹേ പ്രപഞ്ചമേ നിനക്ക് നന്ദി. എൻ്റെ ഭഗവാനെ നിനക്ക് നന്ദി. എൻ്റെ സ്നേഹവും എനിക്കുള്ള ശ്രദ്ധയും വീണ്ടും എൻ്റെ ജീവിതത്തിൽ തിരിച്ചു തന്നതിന് ഹേ പ്രപഞ്ചമേ നിനക്ക് നന്ദി. എൻ്റെ ഭഗവാനെ നിനക്ക് നന്ദി. ആത്മാർത്ഥമായി നന്ദി പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകിയാലും നല്ലതാണ്. അത്രയും ആനന്ദം അനുഭവം ചെയ്യൂ. ഈ ആനന്ദത്തിൻ്റെ ലഹരിയിൽ എത്ര നിമിഷം നിങ്ങൾക്കിരിക്കാൻ സാധിക്കുമോ അത്രയും നിമിഷം അതിലലിഞ്ഞിരുന്നാലും. ഓം ശാന്തി.